മലയാളത്തിൽ ത്രില്ലർ സിനിമകൾക്ക് ദാരിദ്ര്യം നേരിട്ട ഒരു കാലത്ത് ദൃശ്യം എന്ന ഒരു മൈൽ സ്റ്റോൺ ത്രില്ലർ നമുക്ക് തന്ന സംവിധായകനാണ് ജിത്തു ജോസഫ്. എന്നാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചിത്രമായ വലതുവശത്തെ കള്ളൻ ദൃശ്യം 3 പ്രതീക്ഷിച്ചിരിക്കുന്ന മലയാളികൾക്ക് നിരാശയാണ് സമ്മാനിച്ചത്. നമുക്ക് നോക്കാം. ആദ്യം സൂചിപ്പിച്ച മലയാളത്തിലെ ത്രില്ലർ ദാരിദ്ര്യത്തിനൊടുവിൽ 2020 ശേഷം മലയാള സിനിമയിൽ ത്രില്ലർ സിനിമകൾ വന്നത് തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ പൈപ്പ് പൊട്ടിയതുപോലെയായിരുന്നു. പല സൈസിൽ പല സബ് ജോണറുകളിൽ ത്രില്ലർ സിനിമകൾ മലയാളത്തിൽ പുറത്തിറങ്ങുകയും അതിൽ വളരെ നല്ല സിനിമകൾ ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ പോകെ പോകെ സിനിമകളുടെ ആഖ്യാനത്തിലും കഥാപരിസരങ്ങളിലും ട്വിസ്റ്റുകളിലുമൊക്കെ ഉണ്ടായ ആവർത്തന വിരസതയും പുതുമയില്ലായ്മയും പ്രേക്ഷകർ തിരിച്ചറിഞ്ഞ് അതിനെ വിമർശിക്കുന്ന ഒരിടമായി മാറി മലയാള സിനിമ. ഈ ത്രില്ലർ കുത്തൊഴുക്കിൽ നിരന്തരം പരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു സംവിധായകനാണ് ജിത്തു ജോസഫ്. വലതുവശത്തെ കള്ളൻ എന്ന സിനിമയ്ക്ക് മുമ്പ് അദ്ദേഹം സംവിധാനം ചെയ്ത മിറാഷ് എന്ന സിനിമ ട്വിസ്റ്റുകളുടെ ആധിക്യം മൂലം ഒരുപാട് വിമർശനങ്ങൾ കിട്ടിയിരുന്നു. അതിനുശേഷം പുറത്തിറങ്ങിയ വലതുവശത്തെ കള്ളനിലും പക്ഷേ സംവിധായകന്റെ ട്വിസ്റ്റ് പ്രേമം ശരിക്കും കാണാം. ആദ്യ പകുതിയിൽ കഥാപാത്ര നിർമ്മിതിയുമായി പ്രേക്ഷകർക്ക് പ്രതീക്ഷ നൽകിയ സിനിമ പക്ഷേ രണ്ടാം പകുതിയിൽ എത്തിയപ്പോൾ പ്രെഡിക്റ്റബിൾ ട്വിസ്റ്റുകൾ നിറച്ച അത്ര എൻഗേജിംഗ് അല്ലാത്ത ഒരു അനുഭവമാണ് തന്നത്. ആദ്യം സിനിമയുടെ പേരിനെ പറ്റി തോന്നിയ കാര്യം പറഞ്ഞു തുടങ്ങാം. വലതുവശത്തെ കള്ളൻ എന്ന പേര് ക്രിസ്ത്യൻ വിശ്വാസപ്രകാരം ക്രിസ്തുവിന്റെ വലത്തുവശത്ത് ക്രൂശിക്കപ്പെട്ട ഡിസ്മസ് എന്ന നീതിമാനായ കള്ളനെ കുറിക്കുന്നതാണ്. സിനിമയിൽ ബിജു മേനോൻ ചെയ്ത ആന്റണി സേവിയർ എന്ന കഥാപാത്രത്തെ നോക്കിയാൽ സമാനമായ ഒരു ആഖ്യാനം നൽകാൻ തിരക്കഥാകൃത്ത് ശ്രമിച്ചിട്ടുണ്ട്. അത്ര വെടിപ്പൊന്നുമല്ലാത്ത അഴിമതിക്കാരനായ ഒരു പോലീസ് കഥാപാത്രം. സിനിമയുടെ ക്ലൈമാക്സിൽ അയാൾ എടുക്കുന്ന വളരെ ചെറിയൊരു തീരുമാനം മൂലം നീതിമാനാകുന്നു. പോലീസ് വേഷങ്ങൾ ചെയ്ത് തഴമ്പിച്ച ബിജു മേനോന് പുതുമയുള്ള ഒരു വേഷമായിരുന്നില്ല സിനിമയിൽ. ബിജു മേനോന് വേണ്ടിയുള്ള ടൈലർ മെയ്ഡ് കഥാപാത്രമായിരുന്നുവെങ്കിലും സ്ഥിരമായി അദ്ദേഹത്തിന്റെ അഭിനയത്തിൽ കാണുന്ന ഒരു ഒഴുക്ക് ഈ സിനിമയിൽ കാണാനായില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ചില സീനുകളിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് മൂപ്പർക്ക് അറിയാത്ത പോലെ. സിനിമയിലെ ആദ്യ സീനുകളിൽ ഒന്ന് ആന്റണി എന്ന കഥാപാത്രത്തിന്റെ ക്രൂരത നമുക്ക് കാണിച്ചിരുന്നുണ്ട്. സ്റ്റേഷനിൽ വെച്ച് ഒരു അതിക്രമത്തിനിരയായ പെൺകുട്ടിയെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന സീൻ ഗംഭീരമായിരുന്നു. ആ സീനിലെ പെൺകുട്ടിയുടെ പ്രകടനവും ഗംഭീരമായിരുന്നു. അതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ലൊരു ഇമോഷണൽ ഇമ്പാക്ട് തന്നാണല്ലോ തുടക്കം എന്നൊക്കെ. എന്നാൽ പിന്നീട് അങ്ങോട്ട് സിനിമ താഴേക്കായിരുന്നു. പ്രത്യേകിച്ച് ചിലരെയൊക്കെ വലിയ ഇമ്പോർട്ടൻസോടെ കാണിക്കും, എന്നാൽ ഇടയ്ക്ക് വെച്ച് അവരൊക്കെ വാനിഷ് ആകും. പിന്നെ ഷോക്കിംഗ് എന്ന രീതിയിൽ കാണിക്കുന്ന ക്ലോസപ്പ് ഷോട്ട്സ് ഒക്കെ കുറച്ചുകൂടി ജെർക്കിയാക്കി ആ ഐക്കോണിക് മ്യൂസിക് കൂടി ചേർത്തിരുന്നെങ്കിൽ തനി സീരിയൽ വൈബായനെ. പിന്നെ ജിത്തു ജോസഫിന്റെ സ്ഥിരം പരിപാടിയായ പ്രേക്ഷകർക്ക് വേറൊരു ബെയ്റ്റ് ഇട്ട് കൊടുക്കുന്ന സംഭവം ഇതിലുമുണ്ടായിരുന്നു. ഡയലോഗ്സ് ഒക്കെ നല്ല സ്പൂൺ ഫീഡിംഗ് ആയാണ് അനുഭവപ്പെട്ടത്. തുടക്കത്തിലെ ആ സീനിലൂടെ നിയമവ്യവസ്ഥകളൊക്കെ സ്ത്രീക്ക് അനുകൂലമാണെന്നും മറ്റുമുള്ള സ്ഥിരം പറച്ചിലുകൾക്ക് മുന്നിൽ ഒരു പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് സിനിമ കാണിച്ചെങ്കിലും രണ്ടാം പകുതിയിലേക്ക് വന്നപ്പോൾ ഫെമിനിസം, മെയിൽ ഷോവിനിസം തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ച് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചെങ്കിലും അതൊക്കെ കോമഡി ആവുകയാണ് ചെയ്തത്. സിനിമയിൽ ബിജു മേനോന്റെ കഥാപാത്രത്തിന് കൂടുതൽ സ്ക്രീൻ ടൈം നൽകാൻ ബോധപൂർവ്വം ശ്രമിച്ചതുപോലെയാണ് തോന്നിയത്. സിനിമയിലെ മറ്റൊരു പ്രധാന കഥാപാത്രമായി വന്നത് ജോജു ജോർജ് ആയിരുന്നു. സാമുവൽ ജോസഫ് എന്ന കഥാപാത്രത്തിന് വേണ്ടി പുതിയതായി ഒന്നും ചെയ്യാൻ ജോജുവിനുണ്ടായിരുന്നില്ല. ജോജുവിന്റെ കഥാപാത്രം ഒരു മധ്യവയസ്കനാണ്. ആ പ്രായത്തിലുള്ള കഥാപാത്രത്തെ ഒരു എത്തിക്കൽ ഹാക്കറായും സോഫ്റ്റ്വെയർ ഡെവലപ്പറായും അവതരിപ്പിച്ചത് നന്നായിരുന്നു. നമ്മളിൽ പലർക്കും ഇപ്പോഴും 30 കഴിഞ്ഞവരെ ഈ ജോലികളിലേക്ക് സങ്കല്പിക്കാൻ തന്നെ കഴിയുമോ എന്നൊരു കാര്യമുണ്ട്. പക്ഷേ ഈ സിനിമയുടെ ത്രില്ലർ പരിപാടികളുടെ ഒക്കെ തലച്ചോറായി പ്രവർത്തിക്കുന്ന ജോജുവിന്റെ കഥാപാത്രം സ്വയം കാണുന്നത് ഹൈ ഐക്യു ഉള്ള ഒരാളായിട്ടാണ്. ഏത് ഹാക്കിങ്ങിന് വേണ്ടി തുടങ്ങിയ കമ്പനിയിൽ സഹപ്രവർത്തകൻ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്തത് പോലും കണ്ടുപിടിക്കാനാകാതെ കടയും പൂട്ടിയിരിക്കുന്ന അണ്ണൻ. ഇനി 1-2 തവണ മാത്രം കണ്ട ബിജു മേനോന്റെ കഥാപാത്രത്തെയും ജോജുവിന്റെ കഥാപാത്രം വിശേഷിപ്പിക്കുന്നത് അയാളെ പോലെ ഹൈ ഐക്യു ഉള്ള ബുദ്ധിമാൻ എന്നാണ്. MDMA അടിച്ച് ലോഡ്ജിൽ നിന്ന് ഇറങ്ങിയോടുന്ന മകനെ പിടിക്കാൻ ഓടുന്നതിനിടയിൽ നോ പാർക്കിംഗിൽ കിടക്കുന്ന കാറിന് പെറ്റിയടിക്കുന്ന ബിജു മേനോന്റെ ആന്റണി സേവിയർ എന്ന കഥാപാത്രത്തിന് സത്യത്തിൽ 1/2 ലിറ്റർ ഐക്യു കൂടുതൽ ഉണ്ടാകാനേ വഴിയുള്ളൂ. ഇനിയാണ് കഥയുടെ രണ്ടാം പകുതി. പരമാവധി കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് സ്പൂൺ ഫീഡ് ചെയ്ത ശേഷം ഐക്യു കൂടിയ 2 അണ്ണന്മാർ തമ്മിലുള്ള എലിയ പിടുത്തമാണ് രണ്ടാം പകുതി. സിനിമകളിൽ വളരെ ബ്രില്യന്റായി ഉപയോഗിക്കാവുന്ന പസിൽ ഗെയിം ഫോർമുലയാണ് ഉപയോഗിച്ചതെങ്കിലും 2 ഹൈ ഐക്യു കഥാപാത്രങ്ങളായതുകൊണ്ടാകും കണ്ടപ്പോൾ ഒട്ടും പ്രാക്ടിക്കൽ അല്ലാത്ത കുറച്ച് നമ്പറുകളും മറ്റും വെച്ചുള്ള കണ്ണുപൊത്തിക്കളി പ്രോ മാക്സ് ആയി മാത്രമേ അത് അനുഭവപ്പെട്ടുള്ളൂ. അഭിനേതാക്കളുടെ പ്രകടനം മൊത്തത്തിൽ ശരാശരിയായാണ് അനുഭവപ്പെട്ടത്. പിന്നെ ഒരു പ്രത്യേക കാര്യം, ഉച്ചയ്ക്ക് 1 മണിക്കും ടിൻഡ് അടിച്ച് ഇരുട്ട് പടർന്ന കളർ ഗ്രേഡിംഗിൽ നിന്നും ഇനിയെങ്കിലും നമ്മുടെ ത്രില്ലർ സിനിമകളെ മോചിപ്പിക്കണം. ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ഒരു കൃത്യമായ ലൈറ്റിംഗ് ഉള്ളത് കൊണ്ട് ഒരു തവണ കറുത്ത നിറത്തിൽ കാണാൻ പറ്റിയ ബിജു മേനോന്റെ ഷർട്ടിൽ എന്നാൽ പിന്നീട് അങ്ങോട്ട് മെറൂണിന്റെ അതിപ്രസരമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ എന്താണ് വലതുവശത്തെ കള്ളൻ എന്ന സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.